ഹലോ ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? ഞാൻ ഇവിടെ ചക്കക്കുരു നേരെയൊക്കെയുണ്ട്. ചക്ക കിട്ടിയില്ല, ചക്കയല്ല ചക്കക്കുരു കിട്ടിയുള്ളൂ, ചക്ക കിട്ടിയില്ല. അപ്പോൾ ഇന്നലെ നമ്മുടെ കേരള സ്റ്റോറിൽ പോയപ്പോൾ നമ്മുടെ കുറേ സാധനങ്ങൾ വാങ്ങിച്ചു കൊണ്ടുവന്നു. കുറേ കാലമായില്ലേ നമ്മളൊരു കുക്കിംഗ് വ്ളോഗൊക്കെ ചെയ്തിട്ട്. അപ്പം ഇന്നലെ മിനിഞ്ഞാന്ന് മുതൽ എനിക്ക് നല്ല നാടൻ ഡിഷ് കഴിക്കാൻ ഇങ്ങനെ കൊതി തോന്നായിരുന്നു. നടന്നു വരുമ്പോൾ കേരള സ്റ്റോറിൽ അങ്ങോട്ട് കയറിയിട്ട് എല്ലാ നാടൻ വിഭവങ്ങളും അങ്ങോട്ട് വാങ്ങിക്കൊണ്ടുവന്ന് ഇന്നലെ മുതൽ തുടങ്ങി ഉണ്ടാക്കലാണ്. ഇന്നലെ ഞാൻ കപ്പയും മത്തിക്കറി ഉണ്ടാക്കി. ഇന്ന് ഞാൻ അതിൻ്റെ ബാക്കി കപ്പയും മത്തിയൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പം എനിക്കൊരു നാടൻ ഊണ് കഴിക്കാനുള്ളൊരു ആക്രാന്തം. അപ്പം എൻ്റെ അടുത്ത് കുറേ പേര് പറയാറുണ്ട്, ചേച്ചിയുടെ ഡയറ്റ് വീഡിയോ ഇടുമെന്ന്. എന്ത് ഡയറ്റ്? നല്ല അടിപൊളിയായിട്ട് തായ്ലൻഡ് പോകുന്ന വരെ പോവാൻ വേണ്ടിയിട്ട് നന്നായി മെലിഞ്ഞ് റെഡി ആയതായിരുന്നു. ഇപ്പം പിന്നെ പഴയ പോലെ ആയി തോന്നുന്നു. അപ്പം ഞാൻ വിചാരിച്ചു, എനിക്ക് അതികഠിനമായ ഡയറ്റൊന്നും എനിക്ക് പറ്റില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു ഡയറ്റൊന്നും ഞാൻ ഫോളോ ചെയ്യാറില്ല. പക്ഷെ ഞാൻ ശ്രദ്ധിക്കുന്നൊരു കാര്യം, ഈ പറഞ്ഞ പോലെ തടി കൂടാതിരിക്കാൻ ഞാൻ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഏതെങ്കിലും ഒരു നേരമാണ് ഇതുപോലെ നന്നായിട്ട് കഴിക്കുള്ളൂ. ബാക്കിയുള്ള 2 നേരം, അതായത് എന്താണോ എനിക്ക് കഴിക്കാൻ തോന്നിയത് ആ സാധനങ്ങൾ ഒരു നേരം ഞാൻ കഴിക്കും. ബാക്കി 2 നേരം ഞാൻ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യും. കുറയ്ക്കാൻ വേണ്ടിയിട്ടല്ല, കൂടരുതല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഇതിപ്പോൾ പഴുത്ത ചക്കടേറ്റ കുരു അവിടെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇനി ഒന്നും നോക്കണ്ട, ചക്കക്കുരു എങ്കിൽ ചക്കക്കുരു. അപ്പോൾ പിന്നെ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചക്കക്കുരുവിൻ്റെ ഉപ്പേരി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഉപ്പേരിയല്ല, ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് കൂട്ടാനാണ്. കുറേ കാലമായി നമ്മളൊരു നാടൻ ഊണ് നമ്മളൊന്ന് ഷൂട്ട് ചെയ്തിട്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ നാടൻ വിഭവങ്ങൾ ഒന്ന് കാണിച്ച് നിങ്ങളെ കൊതിപ്പിക്കാമെന്ന് വിചാരിച്ചു. നാട്ടിലുള്ളവർക്ക് എന്ത് കൊതിയില്ല, ദിവസവും തന്നെയായിരിക്കും നിങ്ങൾ ചക്കയും മാങ്ങയൊക്കെ കഴിച്ച്. അമ്മ പറയുന്നുണ്ട് വീട്ടിൽ ചീര കഴിച്ച് മടുത്തു. അച്ഛനിങ്ങനെ ഫുൾ കൃഷിയാണല്ലോ. അപ്പം ഞാൻ എപ്പോഴും പറയില്ല, അച്ഛൻ്റെ കൃഷിത്തോട്ടം ഇപ്രാവശ്യം നമ്മുടെ നെല്ല് വരെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അരിയുടെ നെല്ല് വരെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അത് പറയാൻ പറഞ്ഞു. അച്ഛനും അമ്മയും എവിടെ, എന്താ ഒരു ഫുഡ് വേൾഡിൽ ചാനലിൽ ഒന്നും ഇടാത്തതെന്നൊക്കെ. ഇതാണ് പണി, കൃഷി. ആ ഒരു കൃഷിപ്രാന്താണ് വെച്ചത്. അപ്പോൾ അതിൻ്റെ പുറകെ പോയിട്ടാണ് വീഡിയോ ഒക്കെ. അപ്പോൾ നമുക്കിഷ്ടമുള്ള കാര്യം ചെയ്യുന്നതിൻ്റെ ഇടയിൽ പിന്നെ വീഡിയോ എടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ, അപ്പം നെല്ല് വരെ എനിക്ക് വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു ഞാൻ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ. അപ്പം അമ്മ ഇങ്ങനെ വിളിച്ച് പറയുമായിരുന്നു, ചീരയൊക്കെ കഴിച്ച് മടുത്തു, പച്ചച്ചീര. എനിക്കാണെങ്കിൽ പച്ചച്ചീര ഭയങ്കര ഇഷ്ടം കേട്ടോ. അച്ഛൻ ഉണ്ടാക്കിയത്. അപ്പം ഞാൻ പറഞ്ഞു മെയില് ഞാൻ വരുമ്പോഴേക്കും അത് ഉണ്ടാവില്ലേ, കുറച്ച് എടുത്ത് വെക്കുമെന്ന്. അപ്പോൾ അത്രയും അങ്ങനത്തെ ഫുഡുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആക്ച്വലി എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കണതിൻ്റെ ഇടയിൽ ഇങ്ങനെ കാണിക്കാം. അപ്പോൾ ആദ്യം ചക്കക്കുരു നേരെക്കിട്ട്, പിന്നെ കൂർക്കയുണ്ട്. കൂർക്ക ഞാൻ നിങ്ങളൊക്കെ പറഞ്ഞ പോലെ വിസിൽ വരുത്തിയിട്ട് തോല് കളയാൻ പോവാം, അതേ നടക്കുള്ളൂ. ചക്കക്കുരുവും കൂർക്കയും എല്ലാം കൂടെ ദൈവമേ ഗ്യാസ് കയറണോ അതറിയില്ല. എല്ലാം ഗ്യാസാണ്, പക്ഷെ എന്നാലും വേണ്ടില്ല. എല്ലാം കൂടെ ഒരു പിടുത്തുണ്ട്. നല്ല മത്തിയുണ്ട്, നാടൻ നെയ്മത്തിയുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ ചോറ് അവിടെ കുക്കറിൽ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഇനി ലാസ്റ്റ് വാർത്താൽ മതി. അപ്പം ബാക്കിയുള്ളതെന്ന് പറഞ്ഞാൽ ഒരു ചോറും കൂട്ടാനും ഉപ്പേരി അതേ ഉള്ളൂ. പക്ഷെ എന്നാലും അതൊരു എന്താ പറയുക, കുറച്ച് അച്ചാറും കുറച്ച് കണ്ടാട്ട് എല്ലാം കൂടാകുമ്പോൾ അടിപൊളിയാവും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന സാധനങ്ങൾ എന്തായാലും ഫുഡ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് നല്ല അടിപൊളി സാധനത്തിലും കൂടെ ഉണ്ടാക്കണമല്ലോ. അപ്പം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഈ 2 പാനിലാണ് കേട്ടോ. ഇത് നിങ്ങളെപ്പോഴും കണ്ടിട്ടുണ്ടാവും. ഇത് ഇൻഡസ് വാലിയുടെ സ്റ്റെയിൻലെസ് സ്റ്റീൽ പാനാണ്. നല്ല അടിപൊളിയാണ്. ഇത് 3 ലെയർ ഡിസൈൻ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഫ്രൈ പാനാണ് കേട്ടോ. കണ്ടോ, ഇതിൽ നല്ല കുണ്ടുണ്ട്. ഇത് അത്യാവശ്യം നമുക്ക് എന്താ പറയുക, ഒരു 4-5 പേർക്ക് ഫാമിലിക്കുള്ള അത്രയും നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ ഇത് 2 എണ്ണം കണ്ടോ, 2ഉം സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. ഇതൊരു സാൻഡ്വിച്ച്, 2ഉം ഇൻഡക്ഷൻ ബേസ് ആയിട്ടുള്ള ഫ്രൈങ് പാനാണ് കേട്ടോ. ഇൻഡക്ഷൻ കുക്കറിൽ നമുക്ക് വെക്കാൻ പറ്റും. സാൻഡ്വിച്ച് ബോട്ടമാണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. ഫ്രൈങ് പാൻ, ഇത് നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാനൊക്കെ. ഇത് 100% ടോക്സിൻ ഫ്രീ ആണെന്നാണ് കേട്ടോ ഇവർ പറയുന്നത്. ഈ ഒരു തിളക്കം നമുക്ക് ഡിഷ് വാഷറിൽ ഇടുമ്പോൾ, അപ്പോൾ അതും കുറച്ചും കൂടെ ഗുണമാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ കൂടുതൽ വാങ്ങിക്കാൻ. ഇതെല്ലാം ഇൻഡസ് വാലിയുടെ സൈറ്റിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കൂപ്പൺ കോഡ് സ്വപ്ന 12 എന്ന് പറയുന്ന കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അഡീഷണൽ 12% ഡിസ്കൗണ്ട് ഉണ്ട്. കാരണം ഇവരുടെ വെബ്സൈറ്റിൽ, ഇൻഡസ് വാലിയുടെ വെബ്സൈറ്റിൽ ഓൾറെഡി 40% വരെ എല്ലാ സാധനങ്ങൾക്കും ഡിസ്കൗണ്ടും കാര്യങ്ങളും ഉണ്ട്. അതിൽ കൂട്ടത്തിൽ തന്നെ നമ്മുടെ കൂപ്പൺ കോഡ് സ്വപ്ന 12 യൂസ് ചെയ്യുകയാണെങ്കിൽ അഡീഷണൽ 12% ഉണ്ട്. അവരുടെ ലിങ്കും എല്ലാ കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഈ ഒരു പാത്രം മാത്രമൊന്നുമല്ല കേട്ടോ. അവരുടെ സൈറ്റിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ കയ്യിലുള്ള എല്ലാ സാധനവും, അതായത് നമ്മുടെ കാസ്റ്റ് അയേൺ, ഷീറ്റ് അയേൺ, സാധാരണ അയേൺ പാത്രങ്ങൾ എല്ലാം ഉണ്ട്. പിന്നെ കുക്കർ, ഇതൊക്കെ തന്നെ. ഈ കുക്കറൊക്കെ അതിൽ തന്നെയാണ് കേട്ടോ. ഈ സമയം കളയുന്നില്ല. അപ്പം നമുക്ക് നോക്കാം. എല്ലാത്തിൻ്റെയും ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കൂർക്ക ചെറിയ കൂർക്കയാണ് കേട്ടോ, വളരെ ചെറുതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ സ്ഥിരം കഴിഞ്ഞ പ്രാവശ്യം എടുത്ത പോലെ ചാക്കിലിട്ട് അടിക്കുന്ന പരിപാടിയൊന്നും നടക്കില്ല. ഒന്നാമത് ചാക്കില്ല, പിന്നെ ആകെ നിലത്ത് വീണ് പണി കിട്ടണമല്ലോ വിചാരിച്ചിട്ട് കഴിഞ്ഞ പ്രാവശ്യം കാണിച്ച വീഡിയോയിൽ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ കുക്കറിലിട്ട് വേഗം തൊലി കളയാമെന്ന് വിചാരിച്ചു. പക്ഷേ എനിക്ക് മറ്റേതാണ് കൂടുതൽ സന്തോഷം. എന്നാലും ഞാൻ അങ്ങനെ
അങ്ങനെ കുക്കറിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ചക്കക്കുരു എപ്പോഴും നമ്മൾ ആ ഒരു കറക്റ്റ് ചക്ക കിട്ടിയ ഒരു വെള്ളം പോലെ ഉണ്ടായിരുന്നു. ചില ഒരു ദിവസം നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് വെയിലത്തിട്ടപ്പോൾ നല്ല സൂപ്പറായിട്ട് വളരെ ഈസി ആയിട്ട് നമുക്കത് എടുക്കാൻ പറ്റും. ഇതിൻ്റെ ഉപ്പേരിയും ഇത് വെച്ചിട്ട് ഒരുപാട് വിഭവങ്ങൾ അല്ലേ, എത്ര ഉണ്ടെന്ന് നമുക്കെന്നെ അറിയില്ല, അത്രയും വിഭവം ഉണ്ടാക്കാം. നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ കുക്കറിലാണ് കൂർക്ക വേവിച്ചത്. ഒരു വിസിൽ വരുത്തി. ഇനി ഇതൊന്ന് തൊലി കളഞ്ഞെടുക്കാൻ കുറച്ചും കൂടെ എളുപ്പമല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ചക്കക്കുരു ഇതേ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചക്കക്കുരു, മുരിങ്ങക്കായ, മാങ്ങ, പച്ച മാങ്ങ ഞാൻ ഇന്നലെ കുറച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു മാങ്ങ, ഒരൊറ്റ മാങ്ങ, പഴുത്ത മാങ്ങ ഒരു 3 ദിവസം മുന്നേ കിട്ടി, മൂവാണ്ട മാങ്ങ. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ നല്ല പഴമാങ്ങ കൂട്ടാൻ ഉണ്ടാക്കി. അതിപ്പോൾ ഇന്നലെ ചോദിച്ചപ്പോൾ അതും കൂടെ കൂട്ടാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഇന്നലെ ചോദിച്ചപ്പോൾ അത് കിട്ടിയില്ല. അപ്പോൾ ഞാൻ മാങ്ങയായിട്ട് ഞാൻ ഇന്നലെ കുറച്ച് മാങ്ങാക്കറി ഉണ്ടാക്കി. ഓരോന്നായിട്ട് ഇങ്ങനെ എടുത്ത് വെക്കട്ടെ കേട്ടോ. പുറത്തേക്ക് എപ്പോഴും ഒരു ഇത്തിരി ആയിട്ട് എല്ലാവരും ബാക്കിയാക്കും. ഇത് മുരിങ്ങാക്കായ, 2 മുരിങ്ങാക്കായ. നമ്മൾക്ക് ഇപ്പോൾ ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. രാവിലെ ഞാൻ ചപ്പാത്തിയും കാര്യങ്ങളൊക്കെ കൊടുത്തേച്ച്. ചപ്പാത്തിയും കുറുമയായിരുന്നു നമ്മുടെ നാട്ടിൽ അമ്മയുടെ സ്പെഷ്യൽ കുറുമ. അപ്പോൾ അതായിരുന്നു ഇവർ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്. അവർക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് കുറുമ, രമേശ്വരനും മിഥുനും. അപ്പോൾ അതന്നെ ഉച്ചയ്ക്ക് കൊടുത്തേച്ചു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഉച്ചയ്ക്ക് ചപ്പാത്തിയില്ല. സാധാരണ ഉച്ചയ്ക്ക് ഞാൻ അവർക്ക് കൊടുത്തേച്ച ചപ്പാത്തിയാണ് ഉണ്ടാക്കാറ്. പിന്നെ രാത്രിക്ക് എന്തെങ്കിലും ഉണ്ടാക്കണമല്ലോ. അപ്പം ഞാൻ വിചാരിച്ചാൽ എനിക്ക് നന്നായി ചോറിനാൻ തോന്നുന്നുണ്ട്. ഇപ്പോൾ സമയം ഏകദേശം നമ്മുടെ എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് നല്ല ലേറ്റായി, ഇപ്പോൾ 1 മണിയായി. പക്ഷേ സാറില്ല, കുഴപ്പമില്ല, ലേറ്റ് ആയാലും ഞാൻ നന്നായി ഭക്ഷണം കഴിക്കാനാണ് ഇന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അപ്പോൾ ഇന്ന് ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ രാത്രി അവർക്കും കൊടുക്കാം. മീൻ വറുത്തതുണ്ടെങ്കിൽ പിന്നെ 2 പേർക്കും ഒന്നും വേണ്ട. മത്തി ഞാൻ ഓൾറെഡി ഇന്നലെ കൂട്ടാൻ വെച്ചപ്പോൾ കുറച്ചെടുത്ത് പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. മത്തി ഫ്രൈ ഉണ്ടാക്കാം. നല്ല നാടൻ മത്തി കേട്ടോ, അടിപൊളി മത്തിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം ഞാൻ ആദ്യം ഇതൊന്ന് വറുക്കാൻ വെക്കട്ടെ. കാരണം എല്ലാം കൂടി ചെയ്ത് വരുമ്പോൾ സമയം വൈകും. ഏറ്റവും കൂടുതൽ സമയം വേണ്ടത് ഇത് വറുക്കാനാണ്. അപ്പം ഞാനതൊരു സൈഡിൽ കൂടെ ഒന്ന് ഞാൻ എയർ ഫ്രയറിലൊന്നല്ല, ഇന്ന് ഞാൻ പറഞ്ഞില്ല, ഇന്ന് എനിക്ക് നന്നായിട്ട് എണ്ണയിൽ ഇട്ടിട്ട് ഇങ്ങനെ മൊരിച്ച് കഴിക്കാം. നല്ല എണ്ണ അല്ലേ, ഞാൻ എപ്പോഴും നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് കുറച്ച് എണ്ണ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടാണ് ഫ്രൈ പാനാണ് ചെയ്യുക. പക്ഷേ എന്നാലും എനിക്ക് അങ്ങനെ കഴിക്കാൻ ഇന്നൊരു പൂതി. അപ്പം മത്തി ഇതാ വറുക്കാൻ വേണ്ടി ആദ്യം വെക്കുകയാണ് കേട്ടോ. വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യാറ് ഞാൻ. മത്തി ഇങ്ങനത്തെ വറുക്കുന്ന നാടൻ വിഭവങ്ങൾക്കൊക്കെ വെളിച്ചെണ്ണ യൂസ് ചെയ്യുക. അപ്പോൾ എപ്പോഴും ഞാൻ ഗ്രൗണ്ട് നട്ട് ഓയിലാണ് പിന്നെ യൂസ് ചെയ്യുക. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഇതുപോലെ ഇങ്ങനത്തെ വറുക്കാൻ തോന്നിയ ദിവസം അല്ലെങ്കിൽ കടുക് പൊട്ടിക്കാൻ അങ്ങനത്തേനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. ബാക്കിയൊക്കെ ഞാൻ ഗ്രൗണ്ട് നട്ട് ഓയിലാണ് കേട്ടോ എപ്പോഴും യൂസ് ചെയ്യാറ്. അത് കുറച്ച് ഹെൽത്തിയാണ്, പിന്നെ എനിക്ക് ഇഷ്ടമാണ്. അതിനത്ര ഒരു ടേസ്റ്റോ ചോയോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത് രണ്ടും ഒരു 1.5 ലിറ്റർ ഇങ്ങനെ വാങ്ങിച്ചു വെക്കും. അപ്പോൾ അത് കുറേ കാലം ഓടിക്കും. ഇത് കണ്ടോ, കൂർക്ക നല്ല അടിപൊളിയായിട്ട് വന്നു കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നല്ല ഈസി പരിപാടിയായി. പിന്നെ ചക്കക്കുരു നമ്മൾ ചെറുതായിട്ടൊന്ന് മുറിക്കാം, കാരണം മുരിങ്ങക്കായ ഇട്ടിട്ടാണല്ലോ നമ്മൾ കൂട്ടാൻ വെക്കുന്നത്. അപ്പോൾ കൂർക്കയുടെ പരിപാടി വളരെ പെട്ടെന്ന് കഴിഞ്ഞു. ഒരു പ്രാവശ്യം ഒന്ന് നടുമുറിക്കേണ്ട ആവശ്യമുള്ളൂ. അത്രയും എന്താ പറയുക, ചെറിയ കൂർക്കയായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ചക്കക്കുരു ഇത് ഇത്രയേ ഉള്ളൂ. മീൻ നന്നായിട്ട് ഇങ്ങനെ കണ്ടോ, ഈ ഒരു ഫ്രൈങ് പാനിൽ ഇടുമ്പോഴാണ് ആ ഒരു മണവും നാട്ടിലെ രുചിയും. കാരണം ഇങ്ങനെ മുരിങ്ങ അതിങ്ങനെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. എയർ ഫ്രയറിൽ വലിയ മീനൊക്കെ അടിപൊളി ഇതേപോലെ തന്നെ കേട്ടോ. ഈ മീനും പറ്റൊക്കെ ചെയ്യും, പക്ഷേ എന്താ പറയുക, ചില ദിവസം നമുക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം തോന്നുമല്ലോ. അപ്പോൾ ഞാൻ ചക്കക്കുരു, അതുപോലെ മുരിങ്ങക്കായ ആകെ 2 ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ മാങ്ങ, ഞാൻ പറഞ്ഞു നമ്മുടെ അവിടെ ഇരുമ്പാമ്പുളി ഉണ്ടല്ലോ, ഇരുമ്പാമ്പുളിയും കൂടെ നമ്മൾ ഇടാറുണ്ട് ഈ മാങ്ങയ്ക്ക് പകരം പുളിയായിട്ട്. പക്ഷേ ഇരുമ്പാമ്പുളിയൊക്കെ ഒരിക്കലും ഇവിടെ അങ്ങനെ കിട്ടാറൊന്നുമില്ല. നാട്ടിൽ നിന്ന് വരുമ്പോൾ എടുക്കാമെന്ന് മാത്രം. പിന്നെ എനിക്കത്ര വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ, ഇങ്ങനെ ഇടുമ്പോൾ കഴിക്കുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ അതും ഇരുമ്പാമ്പുളി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് വേവിക്കാൻ വെച്ചു. പിന്നെ അതിലേക്ക് നാളികേരം, ജീരകം, ചെറിയ ഉള്ളിയും, അങ്ങനെയാണ് കേട്ടോ. ആ നേരം കൊണ്ട് ഇവിടെ ഉപ്പേരി പോലെ കൂർക്ക ജസ്റ്റ് വഴറ്റി ഉപ്പേരി പോലെ, അതാണ് എനിക്കിഷ്ടം. അപ്പോൾ അത് നമ്മൾ ഈ ഒരു ഇൻഡസ് വാലിയുടെ ഈ ഒരു പാനിലാണ് നമ്മളിന്ന് കൂർക്ക ഉപ്പേരി ഉണ്ടാക്കുന്നത് കേട്ടോ. കണ്ടോ, ഇത്രയേ ഉള്ളൂ പരിപാടി. മഞ്ഞൾപ്പൊടി കുറച്ച് ഇട്ടുപോയി, അത്ര ആവശ്യം ഉണ്ടായിരുന്നില്ല എന്ന് എനിക്ക് തോന്നി കേട്ടോ. കൂർക്ക നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നു കേട്ടോ, നല്ല കറക്റ്റ്. ഇങ്ങനെ ഒരു വിസിലേ വരുത്തിയുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെ ഉടങ്ങിയ കൂർക്ക എനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ഒരു വിസിൽ വരുത്തി. മഞ്ഞൾപ്പൊടി ഇട്ടപ്പോൾ ഇത്തിരി കൂടിപ്പോയോ എന്നൊരു സംശയം. ശരിക്കും ഇത്ര മഞ്ഞൾപ്പൊടി ഇത് പാടില്ല എന്ന് തോന്നുന്നു. എന്നാലും ഇവിടെ ഞാൻ മാത്രമേ കഴിക്കുള്ളൂ. ചേട്ടന് മിത്തൊക്കെ കഴിച്ചാലായി, അത്രയേ ഉള്ളൂ. മിത്തുവിന് പിന്നെ വാരി കൊടുത്തു കഴിഞ്ഞാൽ മിത്തു എന്തും കഴിക്കൂട്ടോ, നല്ല ഇഷ്ടം. കപ്പയും മത്തിയും ഒട്ടും ഇഷ്ടമല്ല. അത് ടേസ്റ്റേ നോക്കില്ല, ഇന്ന് വരെ ടേസ്റ്റ് നോക്കിയില്ല. എനിക്കിഷ്ടമല്ല. ഇന്നലെ കപ്പയും മത്തിയും കൂടെ ഇങ്ങനെ കുഴച്ച് കൊടുത്തപ്പോൾ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. ഈ കൂർക്കപ്പേരിയിൽ പറഞ്ഞ പോലെ ഒന്നും ഇടാൻ പറ്റില്ല, വെറും ആ കറിവേപ്പിലയും നമ്മുടെ വറ്റൽമുളകും ഇതിട്ടിട്ട് ഇങ്ങനെ. പക്ഷെ ഇത്ര മഞ്ഞ കളർ വേണ്ട, കൂർക്കട കറുത്ത കളറാണ് ശരിക്കും കിട്ടുക. കുറച്ച് മഞ്ഞപ്പൊടി കൂടി പോയതിൻ്റെ പ്രശ്നമാണ്. ചൂട് കൂടുതലായ കാരണം ഉണ്ടല്ലോ, കിച്ചണിൽ അധികം നേരം നിൽക്കുക എന്നുള്ളത് പറയാൻ പറ്റില്ല, അത്ര ചൂട്. നാട്ടിലൊക്കെ അറ്റ്ലീസ്റ്റ് മഴയെങ്കിലും കിട്ടി. ഇവിടെ ഇനി ജൂലൈ വരെ ഒരു രക്ഷയില്ല, സഹിക്കാൻ പറ്റാത്ത ചൂട് പറയില്ല. അങ്ങനെ നമ്മളിപ്പോൾ ഉണ്ടോ, ഞാൻ കിച്ചണിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഫാൻ ഇടണമെന്നുണ്ട്. പക്ഷെ ഫാൻ ഇട്ടാൽ ഇതൊക്കെ കൂടെ
ഇതാവും. പിന്നെ ഇപ്പം ഞാൻ സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇത് ഓഫും ചെയ്തു. അപ്പോൾ എന്താ പറയുക, ഒരു അരമണിക്കൂറിൽ വേഗം തട്ടിക്കൂട്ടി പരിപാടി കഴിക്കാറാണ്. ഇന്നിപ്പോൾ കഴിക്കാൻ തോന്നി വിചാരിച്ച് ഞാൻ ഇന്നും ഇങ്ങനെയൊന്നും അല്ലാട്ടോ ഉണ്ടാക്കാറ്. ഞാൻ ഈ പറഞ്ഞ പോലെ ചപ്പാത്തിയും കറിയും ഉണ്ടാക്കുന്ന സമയത്ത് ആ സെയിം 2 ചപ്പാത്തിയും കറിയും മാത്രമാണ് എനിക്ക് എടുത്തു വെക്കാറ്. അപ്പോൾ എന്നും ഇങ്ങനെ വിഭവമായി ഉണ്ടാക്കുക എന്നുള്ളതൊന്നും പോസിബിൾ അല്ല. കാരണം ഒന്നാമത് ഈ ചൂടത്ത് നിൽക്കാൻ വയ്യ. പിന്നെ ഇപ്പോൾ വേഗം പണി കഴിക്കുമ്പോൾ കുറച്ചും കൂടെ നല്ലതാണ്, നമുക്ക് ബാക്കി കാര്യങ്ങൾക്കൊക്കെ നമുക്ക് സമയം കിട്ടും. പക്ഷെ എന്നാലും നമുക്ക് എപ്പോഴെങ്കിലും ഇങ്ങനെയൊക്കെ ഭക്ഷണം കഴിക്കാൻ തോന്നുമല്ലോ അല്ലേ? അതെ. മിക്കവാറും ഇന്ന് വൈകുന്നേരം രമേശേട്ടനും മിത്തുക്കുട്ടിയും കൂടെ എന്നെ ഓടിക്കാൻ ചാൻസ് ഉണ്ട്. മീനുള്ള ഒരൊറ്റ ധൈര്യത്തിലാണ് ഞാൻ ഇതൊക്കെ വെച്ചത്. കാരണം അവർക്ക് ഇങ്ങനത്തെ മിത്ത് പിന്നെ ഓക്കെയാണ്. രമേശേട്ടൻ ഇങ്ങനത്തെ നാടൻ വിഭവങ്ങളൊന്നും തന്നെ ഇഷ്ടമില്ലാത്ത ആളാണ്. മാങ്ങാക്കൂട്ടൻ ഇപ്പം പിന്നെയും കഴിക്കും. ചക്കപ്പുഴുക്ക് അല്ലെങ്കിൽ കൂർക്ക ഉപ്പേരി, ചക്കക്കുരു ഉപ്പേരി, ഇങ്ങനത്തെ നാടൻ വിഭവങ്ങൾ ഇങ്ങനത്തെ ഒന്നും ഇഷ്ടമല്ല ആൾക്ക്. ഈ പറഞ്ഞ പോലെ 5 നേരം ചപ്പാത്തിയും നല്ല ചിക്കനോ ഫിഷോ അങ്ങനത്തെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. നാടൻ ഫുഡുകളോട് വലിയ പ്രിയമില്ല. നാടൻ ഫുഡിൻ്റെ ആൾ ഞാനാണ്. എന്താണെന്നറിയില്ല, ചേട്ടൻ അങ്ങനത്തെ ഫുഡൊന്നും ഇഷ്ടമല്ല. പക്ഷെ വെജിറ്റേറിയനിലെ നമ്മുടെ ഇവിടുത്തെ ഫുഡുകൾ, പനീർ അങ്ങനത്തെ ഫുഡൊക്കെ ഭയങ്കര ഇഷ്ടം. ഇങ്ങനത്തെ ഇന്നലത്തെ ഒരു ഇത്തിരി എനിക്ക് ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഒരു ഇത്തിരി കപ്പപ്പുഴുക്ക് ഇരിക്കുന്നുണ്ട്. കണ്ട കുറച്ചേ ഉള്ളൂ. പിന്നെ ഞാൻ ആ മാങ്ങ കൊണ്ട് ഞാനൊരു മാങ്ങാച്ചാറ് ഉണ്ടാക്കിയതുണ്ടായിരുന്നു, അതും കുറച്ച് ബാക്കിയുണ്ട്. ഇത് 2 ദിവസമായി ഉണ്ടാക്കിയിട്ട്. ഇതിൻ്റെ നല്ലെണ്ണയിൽ ഉണ്ടാക്കിയ മാങ്ങ, ഈ നല്ലെണ്ണയിലാണ് കേട്ടോ മാങ്ങാക്കറി ഉണ്ടാക്കുക. സോ ഇതിലേക്ക് നാളികേരും ഉള്ളിയും ജീരകം കൂടെ അരയ്ക്കാം. ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഒരിക്കലും മാങ്ങ ഇടാറില്ല. നമ്മളെപ്പോഴും ഇരുമ്പാമ്പുളി ഇട്ടിട്ട് ആ പുളിക്ക് വേണ്ടി നമ്മൾ ഇരുമ്പാമ്പുളി ഭയങ്കര ടേസ്റ്റ് ആട്ടോ. ഓർക്കാപ്പുളി എന്ന് പറയും, രമേശേട്ടൻ്റെ അവിടേക്ക് ഓർക്കാപ്പുളി എന്ന് പറയും, നമ്മളൊക്കെ ഇരുമ്പാമ്പുളി എന്ന് പറയും. അപ്പോൾ ഈ ഒരു സാധനം ഭയങ്കര ടേസ്റ്റാണ്. മാങ്ങയ്ക്ക് പകരം മാങ്ങയേക്കാൾ ഒരു പക്ഷേ പുളി കൂടുതലല്ലേ. ഇരുമ്പാമ്പുളി വെച്ചിട്ട് കുറേ വിഭവം നമ്മൾ ഉണ്ടാക്കും. ഇരുമ്പാമ്പുളിയുടെ കാലമായ പിന്നെ നാളികേരം അരച്ച് ഇരുമ്പാമ്പുളി ഉണ്ട്, പക്ഷെ നല്ല ടേസ്റ്റാണ്. അത് ഉണക്കി കഴിഞ്ഞാൽ അതിൻ്റെ അച്ചാർ എൻ്റെ അമ്മ ഉണ്ടാക്കണം കേട്ടോ, ഒരു രക്ഷയില്ല. നമ്മുടെ ഇരുമ്പാമ്പുളി അച്ചാർ അതിങ്ങനെ ഉണക്കി 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 ഇങ്ങനെ മാങ്ങ പോലെ ഉണക്കും, എന്നിട്ട് അത് അച്ചാറിടും. അതൊക്കെ ഉണ്ടെങ്കിൽ വെറും ചോറും തൈരും ആ അച്ചാറും അടിപൊളിയാണ്. ഞാൻ പക്ഷെ അച്ചാറൊന്നും ഇങ്ങോട്ട് കൊണ്ടുവരാറില്ല. വേറെ ഒന്നുമല്ല, ഞാൻ തന്നെ കഴിക്കും. ഇവർ 2 പേരും അച്ചാർ കഴിക്കില്ല. അപ്പോൾ പിന്നെ ഞാൻ വെറുതെ അച്ചാർ അത്ര നല്ലതല്ലല്ലോ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അച്ചാർ കൊണ്ടുവരാറേ ഇല്ല. അല്ലെങ്കിൽ അമ്മ ഉണ്ടാക്കുന്ന അച്ചാറുകൾ എന്ന് പറഞ്ഞാൽ കുഞ്ഞമ്മത്തിയുടെ അച്ചാർ ഉണ്ടാക്കും, വെളുത്തുള്ളി അച്ചാറുണ്ട്. അവിടെ വീട്ടിൽ പിന്നെ അച്ചാറില്ലാത്തൊരു പരിപാടിയില്ല കേട്ടോ. ഇങ്ങനെ ബോട്ടിലിൽ ഇങ്ങനെ നിറയെ ഉണ്ടാക്കും. അത് വിനീഗറിലിട്ട്, ചീനി മുളക്, കാന്താരി മുളക് വിനീഗറിലിട്ടത്, ഉപ്പിലിട്ട കടുമാങ്ങ, ഉപ്പിലിട്ട നെല്ലിക്ക, പിന്നെ ഈ പറഞ്ഞ പോലെ മത്തി അച്ചാർ, ആ അച്ചാർ, ഈ അച്ചാർ, ഇങ്ങനെ ബോട്ടിൽ മുഴുവൻ അച്ചാറുകളായിരിക്കും. പണ്ടൊക്കെ ഞാൻ കൊണ്ടുവന്നിരുന്നു. പിന്നെ ഇപ്പം ഞാൻ വേണച്ച് മനഃപൂർവ്വം കൊണ്ടുവരാറില്ല. ഞാൻ തന്നെ കഴിച്ചു തീർക്കും എന്നുള്ളത് കൊണ്ട്. വേറെ ആരും ഷെയർ ചെയ്യാറില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിക്കും വേണ്ട, അതത്ര നല്ല സാധനമില്ല. അപ്പോൾ നാട്ടിൽ പോയാൽ നന്നായിട്ട് വയറ് നിറച്ച് കഴിക്കും. അപ്പോൾ ഇത് വെന്തുണ്ടായിരുന്നു, മുരിങ്ങാക്കായും അതുപോലെ ചക്കക്കുരു മാങ്ങയും. അത് അധികം വിസിലൊന്നും വേണ്ടി വന്നില്ല, പെട്ടെന്ന് വെന്തു. നാളികേരം, ചെറിയ ഉള്ളി, അതുപോലെ തന്നെ ജീരകവും കൂടെ ചേർത്ത് അരച്ച് പിന്നെ കടുകും വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയാണ്. എന്തായാലും ഇത്രയൊക്കെ ആയതല്ലേ, എന്നാൽ പിന്നെ ഇതായിട്ട് കുറയ്ക്കണ്ടെന്ന് വിചാരിച്ചു. ഇതും ഞാൻ കേരള സ്റ്റോറിൽ പോയപ്പോൾ വാങ്ങിയത് കേട്ടോ, കായപ്പയ്ക്ക. അത് എങ്ങനെ ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല, വറുത്തൊക്കട്ടെ. കായപ്പയ്ക്ക കൊണ്ടാട്ടം നമ്മുടെ നാട്ടിൽ ഈ ചൂടുകാലമായി കഴിഞ്ഞാൽ ഞാൻ കാണിച്ചിട്ടുണ്ട് കോവിഡിൻ്റെ സമയത്തെന്ന് തോന്നുന്നു. ഈ കൊണ്ടാട്ടങ്ങളൊക്കെ ഉണ്ടാക്കും. വീട്ടിൽ കൃഷിയൊക്കെ ഉള്ളതുകൊണ്ട് പയറ്റും കൊണ്ടാട്ടം ഉണ്ടാക്കും. പയറില്ലേ, പയറ്, പിന്നെ മുളക്, അതൊക്കെ ഇങ്ങനെ മുളക് തൈരിലിട്ടിട്ടുള്ള മുളക്, കായപ്പയ്ക്ക, ഈ വക കൊണ്ടാട്ടമൊക്കെ ഈ സമയത്ത് ഉണ്ടാക്കും. അടുത്തൊരു കൊല്ലത്തേക്ക് വരാം. അപ്പോൾ ഇതാണ് മെയിൻ. പിന്നെ ചക്കപ്പപ്പടം, പഴുത്ത ചക്ക കുറേ ഉണ്ടാവും. അപ്പോൾ അതിങ്ങനെ പപ്പടം പോലെ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചക്കപ്പപ്പടം. പക്ഷെ പണ്ടൊക്കെ കോവിഡിൻ്റെ സമയത്തും ഉണ്ടായിരുന്നു. ഇലയിലിങ്ങനെ അതൊരു വേറെ തരം ഇലയിലൊക്കെയാണ് അത് വഴറ്റുക. അപ്പോൾ അതെല്ലാം മനസ്സിൽ വിചാരിച്ച് തൽക്കാലം ഞാൻ ഇത്തിരി കയ്പ്പയ്ക്ക കൊണ്ടാട്ടം കൂടെ, എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത സാധനമാണ് ഈ കയ്പ്പയ്ക്ക, പക്ഷെ ഇതിൻ്റെ കൊണ്ടാട്ടം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ടേസ്റ്റാണ്. ആക്ച്വലി ചോറും തൈരും കയ്പ്പയ്ക്ക കൊണ്ടാട്ടം മാത്രം മതി. പക്ഷെ നമ്മൾ ഉണ്ടാക്കിയ സ്ഥിതിക്ക് നമ്മളെല്ലാം തന്നെ കഴിച്ചിരിക്കും എന്നുള്ളതാണ്. കൂർക്കുപ്പേരി, തൈരും വേണം കേട്ടോ ഇതിൻ്റെ കൂടെ, നല്ല കട്ട തൈര് വേണം. ഇനി എന്താ, നമ്മുടെ മീൻ വറുത്തത്. ഇത് ശരിക്കും പറഞ്ഞൊരു ജെനറ്റിക് പരിപാടിയെന്ന് തോന്നുന്നു. അച്ഛനും ഇങ്ങനെ നല്ല എന്തെങ്കിലും ചോറും കൂട്ടാനുണ്ടെങ്കിൽ കൂടെ ഒരു തൈര്, ഒരു കൊണ്ടാട്ടം, ഒരു മുളക്, അച്ചമ്മി അങ്ങനെയായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഫുഡ് എന്നുള്ളതൊരു ഭയങ്കര ഒരു വികാരമാണ്. പക്ഷെ അത് ഇങ്ങനത്തെ ഫുഡാണ് കേട്ടോ, അല്ലാതെ പിസ്സ ബർഗർ അങ്ങനത്തെ ഫുഡല്ല. അത് കഴിക്കും, ഇഷ്ടമൊക്കെയാണ്. പക്ഷെ എന്നാലും നന്നായി വിശന്നിരിക്കുമ്പോൾ, മിത്തു നമ്മുടെ ആ ഒരു വ്ളോഗിൽ കാണിച്ചിട്ടുണ്ട്, മിത്തുക്കുട്ടി രമേശേട്ടനാണ് എപ്പോഴും പറയും സാറ്റർഡേ സൺഡേ ഒക്കെ ചിലപ്പോൾ നല്ല അങ്ങനെ വിശന്നിരിക്കും. അപ്പോൾ എനിക്ക് വിശന്നിരിക്കുമ്പോൾ എനിക്ക് വയറ്
എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയില്ലേ നമുക്ക്, ആ ഒരു സംഭവം കിട്ടണമെങ്കിൽ ഒന്നെങ്കിൽ ബിരിയാണി, അല്ലെങ്കിൽ ചോറും മീൻകറി, അല്ലെങ്കിൽ ഇങ്ങനത്തെ വിഭവം. ഇതല്ലാതെ എനിക്ക് എന്ത് ഇനിയിപ്പോൾ പിസ്സ എന്ത് കഴിച്ചാലും എനിക്ക് എന്തോ ഒരു ചവച്ചരക്കണ പോലെ, പക്ഷെ ആ വിശന്നിരിക്കുന്ന സമയത്ത് എനിക്ക് ഈ ഒരു നാടൻ ഫുഡ് കിട്ടുമ്പോൾ ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ. അപ്പം മിത്തുരംശേട്ടൻ എന്നും പറയും, ദൈവമേ വല്ലപ്പോഴും ഒന്ന് സ്വിഗ്ഗിന്ന് വല്ലതൊക്കെ ഒന്ന് നല്ല കഴിക്കാൻ വിചാരിച്ചാൽ അപ്പോഴും അവളുടെ ഒരു ചോറും മോരുകറി എന്ന് പറയും. അതിനിവിടെ എന്നും അടിയാണ്. ഞാനൊരു വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടിപൊളി. ഇതിൽ കുറച്ച് തൈര് ഒഴിക്കട്ടെ, എൻ്റെ മാങ്ങാക്കറിയും കൂട്ടിയിട്ട് ഇങ്ങനെ ഒരു പിടി പിടിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ തൽക്കാലം ഇവിടെ അവസാനിപ്പിച്ചിരിക്കുകയാണ്. ചക്കക്കുരും കൂർക്കും ഇതൊന്നും ഇഷ്ടമില്ലാത്ത ആളുകൾ ഇതാണ് ഫുഡെന്ന് ചിലപ്പോൾ തോന്നും, പക്ഷെ എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ള ഫുഡാണ്. അപ്പോൾ തൽക്കാലം ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. ബൈ. ഭക്ഷണം കഴിക്കട്ടെ. കാരണം ഇനി ഇരുന്ന് സംസാരിക്കാനുള്ള ഒരു ആരോഗ്യമില്ല. ഇരുന്ന് ആസ്വദിച്ച് ആരോടും മിണ്ടാതിരുന്ന് ഭക്ഷണം കഴിക്കണം. അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുന്നതിൻ്റെ മുന്നേ നമ്മൾ വിളമ്പുന്നത് കാണിക്കാതെ എങ്ങനെ അവസാനിപ്പിക്കുക അല്ലേ? എല്ലാ പ്രാവശ്യം ഞാനത് കാണിക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നലത്തെ കുറച്ച് കപ്പിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ നാടൻ ഊണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിശ്വസിക്കുന്നു.